കോഴിക്കോട് കലക്ടറേറ്റിലെ ചട്ടവിരുദ്ധ തസ്തിക മാറ്റത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട റവന്യൂ മന്ത്രി. റവന്യൂ സെക്രട്ടറിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. കലക്ടറേറ്റിലെ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വകുപ്പിലെ 5 ജീവനക്കാർക്ക് ചട്ടവിരുദ്ധമായി തസ്തിക മാറ്റം നൽകിയ വാർത്ത മീഡിയ വണ്ണാണ് പുറത്തുവിട്ടത്. മീഡിയ വൺ ഇംപാക്ട്. കോഴിക്കോട് കളക്ടറേറ്റിലെ റവന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് വകുപ്പിലെ ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിലുള്ള 5 ജീവനക്കാർക്കാണ് LD ക്ലർക്ക് തസ്തികയിലേക്ക് മാറ്റം നൽകിയത്. ടൈപ്പിസ്റ്റ് കം ക്ലർക്ക് തസ്തികയിൽ 5 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ തസ്തിക മാറ്റം നൽകാവൂ എന്നാണ് ചട്ടം. ഈ ചട്ടം ലംഘിച്ചാണ് തസ്തിക മാറ്റം. വാർത്ത പുറത്തു വന്നതിനു പിന്നാലെയാണ് റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റവന്യൂ സെക്രട്ടറിയോട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. ചട്ടവിരുദ്ധ തസ്തിക മാറ്റത്തിന് പിന്നിൽ ഭരണാനുകൂല സർവീസ് സംഘടനാ നേതാക്കളാണെന്നാണ് NGO അസോസിയേഷൻ നേതാക്കളുടെ ആരോപണം. യഥാർത്ഥ സർക്കാർ വളരെ അടിയന്തരമായി തന്നെ ഇപ്പോൾ ജീവനക്കാർ അനുഭവിക്കുന്ന ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരമൊരു പ്രതിസന്ധി സംജാതമാക്കിയ ഒരു നിയമന തട്ടിപ്പിന് ഉത്തരവാദിയായിരിക്കുന്ന മുഴുവൻ പേർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് അവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം നടക്കണമെന്നാണ് NGO അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ചട്ടവിരുദ്ധ തസ്തിക മാറ്റം കണ്ടെത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തസ്തിക മാറ്റം റദ്ദാക്കി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.